കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിയെ ഭരണപക്ഷ മെമ്പർമാർ തടഞ്ഞുവച്ചു. കുന്നത്തുകാൽ പഞ്ചായത്തിന്റെ 2022-23 ഓഡിറ്റ് റിപ്പോർട്ടിൽ വെള്ളനാട് പഞ്ചായത്തിൽ നടപ്പാക്കിയ പദ്ധതികളുടെ വിവരം കൂടി ചേർത്തുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രതിപക്ഷത്തിന് തെറ്റായ വിവരങ്ങൾ കൈമാറി എന്ന് ആരോപിച്ചുകൊണ്ടാണ് CPMന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷ മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പ്രതിഷേധമുയർത്തിയത്. കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ കോൺഗ്രസ് രാഷ്ട്രീയ നിലപാടിനെതിരെയാണ് ഭരണസമിതി ഒന്നടങ്കം ഇന്നിപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 2022-23 ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാത്ത ചില പദ്ധതികൾ 148/22 വാർഡ് കേന്ദ്രങ്ങളിൽ കമ്പ്യൂട്ടർ, 143/22 CHSEക്ക് വസ്തുവാങ്ങൽ തുടങ്ങി വെള്ളനാട് ബ്ലോക്ക് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ വെള്ളനാട് ബ്ലോക്കിനകത്ത് വരുന്ന ചില പഞ്ചായത്തിലെ ചില പ്രോജക്റ്റുകൾ ഈ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെട്ട് വരികയും കുന്നത്തുകാൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട് വരികയും അങ്ങനത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കാതെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് നൽകാതെ, പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് ചർച്ച ചെയ്യാതെ, വേണ്ടത്ര എക്സ്പ്ലനേഷൻ തയ്യാറാക്കാതെ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയായ അരുവിയോട് വാർഡ് മെമ്പർ അനീഷിന് കോൺഗ്രസിൻ്റെ യൂണിയൻ്റെ നേതാവായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൈമാറ്റം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയമായ പ്രതിഷേധം വരുന്ന 29-ാം തീയതി തിങ്കളാഴ്ച തീരുമാനിച്ചിരിക്കുകയാണ്. നിലപാടിന് കൂട്ടുനിൽക്കുന്ന അവസ്ഥയാണ് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള സമരമാണ് കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ഈ സമരത്തിന് തുടർച്ചയായി ഞങ്ങളുടെ പ്രധാനമായി ഉന്നയിച്ച മുദ്രാവാക്യം ആവശ്യമെന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുമായി നമുക്കിനി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൻ്റെ 2021-22, 22-23 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയായ ശ്രീ അനീഷ് 19/6/2024 ഫ്രണ്ട് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം 24/6/2024 ഈ രണ്ട് വർഷത്തെയും ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് അദ്ദേഹത്തിന് പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു സമരവും പ്രതിഷേധമൊക്കെ ആണെന്നോ? തീർച്ചയായിട്ടും. എന്താണ് അതിൻ്റെ അകത്തുള്ള വിഷയം, അതിൻ്റെ കാര്യം എന്താണെന്ന്? 29/6 ഇവിടെ ഒരു UDFൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭരണസമിതിയെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തത് അറിയിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടായത്. അതിനകത്ത് വെള്ളനാട് പഞ്ചായത്തിൻ്റെ റിപ്പോർട്ട് എന്തോ അതിനകത്തുണ്ടായിരുന്നു, തെറ്റായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ആ റിപ്പോർട്ടേ കോപ്പി കൊടുക്കാൻ കഴിയുള്ളൂ. തെറ്റായിട്ടുള്ളതിനുള്ള മറുപടി നമ്മൾ ഓഡിറ്റ് വകുപ്പിന് കൊടുക്കും. ശരി, അപ്പോൾ അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സമരം